അസ്സലാമു അലൈക്കും. അറബിയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. ആ 28 അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആ 28 അക്ഷരങ്ങളുടെയും മഖ്റജാണ്. ഇത് തൊണ്ടയാണെന്ന് സങ്കല്പിക്കുക. ഇത് നാവാണെന്നും സങ്കല്പിക്കുക. തൊണ്ടയെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. തൊണ്ടയുടെ അടിഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഹംസ, ഹ, ഹംസ, ഹ, ഹംസ, ഹ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഐൻ, ഹ, ഐൻ, ഹ, ഐൻ, ഹ. തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഐൻ, ഹ, ഐൻ, ഹ, ഐൻ, ഹ. നാവിൻ്റെ മുരടും മേലെ ഉണ്ടാക്കും. ഓഫ്, ഓഫ്, ഓഫ്. ഓഫിൻ്റെ തൊട്ട് താഴെ കേഫ്, കേഫ്, കേഫ്. നാവിൻ്റെ സൈഡും അണപ്പല്ലുകളും ലോദ്, ലോദ്, ലോദ്. നാവിൻ്റെ മധ്യവും അണ്ണാക്കും ഷീൻ, ജീം, യ, ഷീൻ, ജീം, യ, ഷീൻ, ജീം, യ. നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ ഊരും ലാം, നൂൻ, റ, ലാം, നൂൻ, റ, ലാം, നൂൻ, റ. നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മുരടും ത, ത, ദാൽ, ത, ത, ദാൽ, ത, ത, ദാൽ. 2 പല്ലിൻ്റെയും ഇടയിലൂടെ വരുന്ന അക്ഷരം സീൻ, സോദ്, സൈ, സീൻ, സോദ്, സൈ, സീൻ, സോദ്, സൈ. ഇവ ഇടുങ്ങിയ സ്പേസിലൂടെ ശക്തമായി കാറ്റ് വരുമ്പോഴുണ്ടാകുന്ന മൂർച്ചയുള്ള ശബ്ദമാണ് ഈ 3 അക്ഷരങ്ങൾക്കും. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും സ, ലോ, ദാൽ, സ, ലോ, ദാൽ, സ, ലോ, ദാൽ. മേലെ മുൻപല്ലുകളുടെ തലയും താഴെ ചുണ്ടും ഫ, ഫ, ഫ. പറയുന്ന പോലെ പറയാൻ ശ്രമിക്കുക. ഇനിയുള്ള 3 അക്ഷരങ്ങൾ വരുന്നത് ചുണ്ടിൽ നിന്നാണ്. 2 ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗം, 2 ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗം ബ, ബ, ബ. 2 ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗം മീം, മീം, മീം. 2 ചുണ്ടിൻ്റെയും ഇടയിലൂടെ വരുന്ന അക്ഷരം വാവ്, വാവ്, വാവ്. ഖുർആനിൽ ഇനിയും ഒരുപാട് നിയമങ്ങളുണ്ട്. നൂനു സാക്കിനയുടെയും തൻവീൻ്റെയും ഹുക്കുമുകൾ 5 എണ്ണമാണ്. അത് നിങ്ങൾക്ക് റീഷം പരിചയപ്പെടുത്തി തരും. റീഷം പ്ലീസ്. ഇതാണ് when noon sakina or tanween comes at the end of words and one of these noon, waw, mim, ya letters is the first letter of the next word. The 2 letters are merged with unna. ഇതാണ് ബിഅന്നൽ 4 അക്ഷരമാണുള്ളത്. നൂൻ, വാവ്, മീം, യ. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഇവയിൽ ഏതെങ്കിലും വന്നാൽ ഇതാണ് ബിഅന്ന ചെയ്യണം. قل ما عند الله خير من اللهو ومن التجارة خير من اللهو. إذا عمو بلعنا these 2 letters lam, ra completely merge noon sakina or tanween into the next letter of without unna. إذا عمو بلعنا 2 അക്ഷരമാണുള്ളത്. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഇവയിൽ ഏതെങ്കിലും വന്നാൽ മണിക്കരുത്. എക്സാമ്പിൾ ذلكم خير لكم إن كنتم تعلمون.
Iqlab. It is the changing of nun sakina or tanween into a mim when followed by ba. ഇഖ്ലാബിൽ ഒരക്ഷരമാണുള്ളത് ബ. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ വന്ന് മീമാക്കി മറിച്ച് മണിക്കണം. എക്സാമ്പിൾ വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം അബദൻ ബിമാ ഖദ്ദമത് ഇൽഹാർ. When nun sakina or tanween comes at the end of words and one of these ha, hamza, ha, ain, kha, ain is the first letter of next word. In this case, we should be pronounced openly. ഇൽഹാറിൽ 6 അക്ഷരമാണ് ഉള്ളത്. ഹ, ഹംസ, ഹ, ഐൻ, ഖ, ഐൻ. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഇവയിൽ ഏതെങ്കിലും വന്നാൽ വെളിവാക്കി ഉച്ചരിക്കണം. എക്സാമ്പിൾ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ യൗമൻ അബൂസൻ ഖംതരീറാ. When remaining letters come after nun sakina or tanween, this care should be with hide and mer. ഇഖ്ഫയിൽ ബാക്കിയുള്ള 15 അക്ഷരങ്ങളാണ് ഉള്ളത്. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഇവയിൽ ഏതെങ്കിലും വന്നാൽ മറച്ചും ഉച്ചരിക്കണം. എക്സാമ്പിൾ ويطوف عليهم بآنية من فضة وأكواب كانت قوارير من فضة وأكواب. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ഹുക്കുമുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തന്നത്. ഇനി മീമിന് 3 ഹുക്കുമുകളുണ്ട്. അത് നിങ്ങൾക്ക് ഷസ പരിചയപ്പെടുത്തി തരും. ഷസ പ്ലീസ്. സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്. ഫസ്റ്റ് വൺ, സാക്കിനായ മീമിൻ്റെ ശേഷം മീമു വന്നാൽ ഇദ്ഗാം ചെയ്യുക. എക്സാമ്പിൾ അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. സെക്കൻഡ് വൺ, സാക്കിനായ മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യുക. എക്സാമ്പിൾ വക്കീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ. തേർഡ് വൺ, സാക്കിനായ മീമിൻ്റെ ശേഷം മീമ് ബ ഇതല്ലാതെ മറ്റ് 26 അക്ഷരങ്ങളിൽ ഏതു വന്നാലും ഇൽഹാർ ചെയ്യണം. എക്സാമ്പിൾ വഖലഖ്നാകും അസ്വാജ. ഇനി റാഇൻ്റെ ഹുക്കുമുകൾ നിങ്ങൾക്ക് നസഹ പരിചയപ്പെടുത്തി തരും. നസഹ പ്ലീസ്. റ എന്ന അക്ഷരം ചിലപ്പോൾ തഫ്ഹീമായിട്ടും മറ്റു ചില സ്ഥലങ്ങളിൽ തർക്കീക്കായിട്ടും ഉച്ചരിക്കേണ്ടതുണ്ട്. തർക്കീക്കായി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ 4 എണ്ണമാണ്. തർക്കീക്ക് എന്നാൽ നേർപ്പിച്ച് ഉച്ചരിക്കുക എന്നാണ്. ഫസ്റ്റ് വൺ, റാക്ക് കെസർ വരിക. എക്സാമ്പിൾ റിജാൽ, റീഹ്. സെക്കൻഡ് വൺ, റാക്ക് കെസർ വരികയും അതിനു മുൻപ് സ്ഥിരമായ കെസർ റാക്ക് സുക്കൂൻ വരികയും അതിനു മുൻപ് സ്ഥിരമായ കെസർ വരികയും ചെയ്യുക. എക്സാമ്പിൾ ഫിർഔൻ, ഫിർദൗസ്. തേർഡ് വൺ, റാക്ക് സുക്കൂനെ അതിനു മുൻപ് യാക്ക് സുക്കൂനെ അതിനു മുൻപ് ഫത്ഹ്. എക്സാമ്പിൾ ഖൈർ, തൈർ. ഫോർത്ത് വൺ, റാക്ക് സുക്കൂനെ അതിനു മുൻപ് യാവോ ഇത്ബാക്കോ അല്ലാത്ത സുക്കൂനും അതിനു മുൻപ് കെസറും വരുന്നത്. എക്സാമ്പിൾ ഫിത്ര്, ദിക്റ്. റാൻ്റെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് റാൻ്റെ തർക്കീക്കാണ്. ഇതുപോലെ റാക്ക് തഫ്ഹീമിൽ 5 തഫ്ഹീമായി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ 5 എണ്ണമാണ്. അത് നിങ്ങൾക്ക് റിഫ്നെ പരിചയപ്പെടുത്തി തരും. റിഫ്ന പ്ലീസ്.
റാ തഫീം ആകുന്ന സ്ഥലങ്ങൾ 5 ഉണ്ട്. തഫീം എന്നാൽ കനപ്പിച്ചുച്ചരിക്കുക. ഫസ്റ്റ് വൺ റാക്ക് ഫതഹ ദമ്മ വരിക. എക്സാമ്പിൾ റുവൈദ് റസൂൽ. സെക്കൻഡ് വൺ റാക്ക് സുക്കൂൻ അതിനു മുമ്പ് ഫതഹ ദമ്മ വരിക. എക്സാമ്പിൾ മറിയം ഖുർആൻ. തേർഡ് വൺ സാക്കിനായ റാ കലിമത്തിൻ്റെ ആദ്യത്തിൽ വരിക. എക്സാമ്പിൾ ഇർജീൻ. ഫോർത്ത് വൺ റാ സാക്കിന് അതിനു മുമ്പ് യാ അല്ലാതെ സാക്കിന് അതിനു മുമ്പ് ഫതഹ ദമ്മ വരുന്നത്. എക്സാമ്പിൾ അസുർ ഫജർ. ഫിഫ്ത്ത് വൺ റാ സാക്കിന് അതിനു മുമ്പ് സ്ഥിരമായ കസറിന് ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരം വരുന്നത്. എക്സാമ്പിൾ ഇർസാദ് മിർസാദ്. ഈ നിയമങ്ങൾ പാലിച്ച് ഇനി എങ്ങനെ ഓതുന്നത് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാ ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക ലിതുൻസിറ ഖൗമൻ മാ ആതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ് അഫലാ തതദക്കറൂൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഫീഹി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ഞങ്ങളിപ്പോൾ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ ഖിറാഅത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.